നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മളൊരു ക്ലിപ്പ് എടുത്തിട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തു. ഇത് നമുക്കൊന്ന് റീടൈം ചെയ്യണം അല്ലെങ്കിൽ സ്പീഡ് റാമ്പ് ചെയ്യണം. എന്താ ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീടൈം കൺട്രോൾ കൊടുക്കും അല്ലേ? കമാൻഡ് ആർ കൺട്രോൾ ആറാണ് ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നുള്ളൂ. ഷോർട്ട് കട്ട് ആഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. റീടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു കർവ് ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ആ കർവ് കാണുന്നില്ല അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് അറിയാം. നിങ്ങൾ ഡാവിഞ്ചി റിസോൾവ് 20-ലായിരിക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. 90 വരെ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് ഇപ്പോൾ 20 വന്ന സമയത്ത് അത് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മേലായിട്ട് വന്നു കഴിഞ്ഞാൽ മീഡിയ പൂൾ കാണാം അല്ലേ? അതിന് തൊട്ടിപ്പുറത്ത് എഫക്റ്റ് ഉണ്ടാവും. അതിൽ ലാസ്റ്റ് ആയിട്ട് കീ ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അല്ലേ? കാണാൻ പറ്റില്ലേ? കീ ഫ്രെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും കിട്ടുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷനാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? താഴേക്ക് സ്ക്രോൾ ചെയ്യണം. ഇപ്പോൾ മേലെ ട്രാൻസ്ഫോം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അല്ലേ? അവിടെ കർവ് ഇപ്പോൾ ഓഫ് ആയിരിക്കും, അതായത് ബ്ലാക്ക് കളറിൽ മങ്ങി കിടക്കുകയായിരിക്കും. ആ കർവിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കർവ് ഓണായി, കണ്ടോ? ഒക്കെ വെള്ള കളറിലായി അല്ലേ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരെ മേലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐക്കൺ കാണും അല്ലേ? അതിന് തൊട്ട് പുറത്ത് കണ്ടോ ഈ ഒരു കർവ് പോലെ തന്നെ ഒരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കർവ് കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ കർവ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ നമുക്ക് ടൈം ലൈനിൽ വന്നിട്ട് ഇതേപോലെ എവിടുന്നാണ് സ്പീഡ് റാമ്പ് തുടങ്ങേണ്ടത്, അതായത് ഇവിടുന്ന് ബാക്കോട്ടേക്ക് സ്ലോ, ഫ്രണ്ടിലോട്ട് സ്പീഡ് അല്ലേ? ആ ഒരു പോയിന്റിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അതേപോലെ തന്നെ മേലെ വന്നിട്ട് നമുക്ക് ആ ഒരു കർവിൻ്റെ അകത്തും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് അതായത് പകുതിയിലാണ് നമുക്ക് സ്പീഡ് റാമ്പ് ചെയ്യണമെങ്കിൽ അവിടെ വെച്ച ശേഷം ആൾട്ട് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഒരു പോയിന്റ് അവിടെ ആഡ് ചെയ്യുക. അതേപോലെ ഒരു കുത്ത് ആഡ് ചെയ്യുക. കണ്ടോ? അവിടെ ഒരു പോയിന്റ് ആഡ് ആയി. ഇനി ഈ പോയിന്റിൽ പിടിച്ച് വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ? ഇവിടെ നമുക്ക് ഇതാ ഈ ഒരു മേലെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ? ലെഫ്റ്റിലോട്ട് നീക്കുന്ന സ്പീഡ് കൂട്ടും, റൈറ്റിലോട്ട് നീക്കുമ്പോൾ സ്പീഡ് കുറയും. അതുപോലെ താഴെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടുന്ന് എങ്ങോട്ടാണോ നമുക്ക് സ്പീഡ് റാമ്പ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് നമുക്ക് ഇതേപോലെ മാറ്റിയെടുക്കാം. മേലെ ആ കുത്ത് നീങ്ങുന്നത് നോക്കിക്കോട്ടോ. അപ്പോൾ കണ്ടോ ആ ഒരു ടൈം മാറുന്ന കണ്ടോ? അതേപോലെ സ്പീഡ് മാറും. ഈ രണ്ട് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റ് ഇടാൻ നമുക്ക് വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.